ഇതിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും. എൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്ന് സുഹൃത്തുക്കളില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാറില്ല. എന്നെ സംബന്ധിച്ച് അത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല, വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ്. ഞാൻ ഇപ്പോഴും പറയും ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിയിടാം, ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അമ്മ അസോസിയേഷനിൽ വിളിക്കാം, ഫെഫ്കയിൽ വിളിക്കാം, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകും. ബിക്കോസ് ഞാനിത് ആദ്യത്തെ അവസാനത്തെ ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത്. ഈ മാറ്ററിനെ കുറിച്ച് ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെ എടുക്കാൻ പോകുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ്. എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയടിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്ക് ലോബി ഇല്ല, എനിക്ക് ഗോഡ് ഫാദർ ഇല്ല, ഒന്നുമില്ല. ഞാൻ 13 ഫിലിംസിൻ്റെ ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ്. നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്ത് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് അംബീഷ്യസ് ആണ്. എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ്. ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല. എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു. അരുൺ, ഇത് അരുണാണ്. ജസ്റ്റ് പറയാം, എത്ര വർഷമായി? കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുണായത്. അരുണിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല, ബിക്കോസ് നിങ്ങൾ വളരെ പോപ്പുലറായിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും. എൻ്റെ അച്ഛനമ്മ ഒറ്റപ്പാകം എന്ന് വെച്ചാൽ ഒരു വീഡിയോസ് വരാത്തതുകൊണ്ട് എനിക്ക് അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല. എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആൾക്കാൾ ആവശ്യപ്പെടും. ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് വരുന്ന ആളാണ്. ഞാൻ വേറെ ഒന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങളാവാം.